ഇന്ത്യയുടെ ആദ്യ സൂര്യപഠന ഉപഗ്രഹം ആദിത്യ L1 ഇന്ന് ലക്ഷ്യസ്ഥാനത്തെത്തും. വൈകുന്നേരം 4 മണിക്കും 4:30ക്കും ഇടയിലാണ് ആദിത്യ ഒന്നാം ലഗ്രാഞ്ച് പോയിന്റിന് ചുറ്റുമുള്ള ഹാലോ ഓർബിറ്റിൽ പ്രവേശിക്കുക. വിവരങ്ങളുമായി സിന്ധൂരി ചേരുകയാണ്. സിന്ധൂരി, രാജ്യം കാത്തിരിക്കുന്ന ഒരു നിമിഷമാണ്. എങ്ങനെയാണ് ഇപ്പോൾ അതിന്റെ ഒരു ചലനം, നടപടിക്രമങ്ങൾ, വിവരങ്ങൾ? തീർച്ചയായിട്ടും അസിത, വളരെയധികം ആകാംക്ഷയോടെ വളരെയധികം സന്തോഷത്തോടെ ഒരു ചരിത്ര മുഹൂർത്തത്തിൻ്റെ ഭാഗമാവുകയാണ് നമ്മൾ ഉൾപ്പെടെയുള്ള ഇന്ത്യ. ഇന്ന് ഈ ഒരു രാജ്യത്തിൽ ഇന്ന് ഈ ഒരു ആദിത്യ സൗര ദൗത്യം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക്, വിജയത്തിലേക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നമ്മളെല്ലാവരും തന്നെ. ഏതാണ്ട് 4 മണി എന്നൊരു സമയം കഴിഞ്ഞു. ആ ഒരു സമയം കഴിഞ്ഞു. ഏത് സമയത്തേക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഒരു ഉറപ്പ്, അല്ലെങ്കിൽ ISROയുടെ ഭാഗത്തു നിന്നും ആ ലക്ഷ്യം വിജയം കണ്ടിരിക്കുന്നു എന്നൊരു കൺഫർമേഷന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇന്ന് നമ്മളെല്ലാവരും തന്നെ. ഏതാണ്ട് ഈ ഒരു സമയത്തിനുള്ളിൽ അല്പസമയത്തിനകം ആ ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് നാം എല്ലാവരും ഇന്നുള്ളത്. ലാഗ്രാഞ്ച് പോയിന്റിലേക്ക്, ആദിത്യ L1 ആ ലാഗ്രാഞ്ച് പോയിന്റിലേക്ക് എത്തുന്ന ആ ഒരു നിമിഷം, ആ നിമിഷം മുതലാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ആരംഭിക്കുന്നത് നമുക്ക് പറയുവാൻ സാധിക്കും. കാരണം ആ ഒരു പോയിന്റിൽ നിന്നുകൊണ്ടാണ് ആദിത്യ സൂര്യനെക്കുറിച്ച് പഠിക്കുവാനും സൂര്യനെക്കുറിച്ചുള്ള പുതിയ പുതിയ കാര്യങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുവാനും പോകുന്നത്. ഇതുവരെയുള്ള ഏതാണ്ട് ഒരു 4 മാസമായിട്ടുള്ള യാത്രയായിരുന്നു. അപ്പോൾ ആ യാത്രയിൽ ഏതാണ്ട് എല്ലാ ഘട്ടങ്ങളും വളരെ വിജയകരമായി തന്നെ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലും വിജയം കാണും എന്നൊരു പ്രതീക്ഷയാണ് എല്ലാവർക്കും തന്നെ ഉള്ളത്. അവർ ലാഗ്രാഞ്ച് പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ അവിടേക്ക് എത്തിക്കുക എന്നുള്ള ആ ഒരു യാത്രാ ദൗത്യം ഈ ഒരു അല്പസമയം കൊണ്ട് തന്നെ അവസാനിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ദൗത്യം വിജയിച്ചാൽ ഏതാണ്ട് 1-ാം ലാഗ്രാഞ്ച് പോയിന്റിൽ ഉപഗ്രഹം എത്തിക്കുന്ന 4ാമത്തെ ബഹിരാകാശ ഏജൻസിയാകും ISRO. കൊറോണ, സൗരവാദം, പ്ലാസ്മ പ്രവാഹം, സൂര്യനിലെ കാന്തിക മണ്ഡലം, വിവിധ സൗര പ്രതിഭാസങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട ദൗത്യത്തിന്റെ ഭാഗമാവുകയാണ് ആദിത്യ. ഈ ഒരു ലാഗ്രാഞ്ച് പോയിന്റിലേക്ക് എത്തി അവിടെ ആ ഒരു മേഖലയിൽ നിന്നുകൊണ്ട് ഈ പറഞ്ഞ വിഷയങ്ങളെക്കുറിച്ച് കൂടുതലായി പഠിക്കുവാനും ആ വിവരങ്ങൾ ഇപ്പോൾ ആദിത്യ L1 ലക്ഷ്യസ്ഥാനത്ത് എത്തി എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. സിന്ധൂരി പറഞ്ഞതുപോലെ രാജ്യത്തിന് ഏറ്റവും അഭിമാനകരമായ ഒരു തലമുറ തന്നെ കാത്തിരിക്കുന്ന ചരിത്ര സാക്ഷിയാകുന്ന മുഹൂർത്തം. ആ നിലയിൽ കൂടി ഇനി ആദിത്യ L1 എന്ന ദൗത്യത്തിന്റെ വിജയത്തെ വിശേഷിപ്പിക്കേണ്ടി വരും, വിശകലനം ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും അസിത, ആ ഒരു വളരെയധികം ആനന്ദകരമായ ഒരു മുഹൂർത്തത്തിന്റെ ഭാഗമാവുകയാണ് നാം എല്ലാവരും തന്നെ. ആദിത്യ L1 ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ചരിത്ര നിമിഷം നമ്മുടെ ഈ ലോകത്തിന്റെ തന്നെ ഭാഗമാക്കി മാറ്റുവാൻ ഇന്ത്യക്ക് അല്ലെങ്കിൽ ISROയ്ക്ക് സാധിക്കുമെന്നുള്ളതുമാണ്. കാരണം ISROയുടെ ഭാഗമായി നമ്മളിപ്പോൾ നേടിയിരിക്കുന്ന ഈ ഒരു വിജയം ലോക ചരിത്രത്തിന്റെ തന്നെ ഭാഗമാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം ആദിത്യയിലേക്ക് അല്ലെങ്കിൽ സൂര്യനിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുമോ, അല്ലെങ്കിൽ അവിടേക്ക് എത്തിയാൽ ഇതെല്ലാം കരിഞ്ഞു പോകില്ലേ എന്ന് തുടങ്ങിയ കുറേ കാലങ്ങളായി നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുള്ള കുറേയധികം സംശയങ്ങൾക്ക് ഇനി സൂര്യനെക്കുറിച്ച് ഒന്നും അറിയുവാൻ നമുക്കാർക്കും സാധിക്കില്ല എന്ന തരത്തിലുള്ള സംശയങ്ങൾക്ക് അല്ലെങ്കിൽ നിഗമനങ്ങളെ പൊളിച്ചെഴുതിക്കൊണ്ടാണ് ഇപ്പോൾ ആദിത്യ L1 ഈ ലാഗ്രാഞ്ച് പോയിന്റിലേക്ക് എത്തി എന്നുള്ള ഒരു സന്തോഷകരമായ വിവരം നമുക്ക് ലഭിക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് സൂര്യനെക്കുറിച്ച് കൂടുതലായി പഠിക്കുവാൻ, ആ വിവരങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുവാൻ ആദിത്യ L1 സാധിക്കുമെന്ന കാര്യം നമുക്കിനി ഉറപ്പോടുകൂടി പറയാം. കാരണം അതുവരെയായിരുന്നു പരീക്ഷണഘട്ടം. ഇത്രയധികം കടമ്പകൾ താണ്ടി അവിടെ എത്തുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആദിത്യ L1 ഇനി അത് ലക്ഷ്യം വെച്ചിട്ടുള്ള വിവരശേഖരണവും സാധ്യമാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട എന്ന് നമുക്ക് പ്രതീക്ഷയോടുകൂടി ഉറപ്പിക്കുവാൻ സാധിക്കും. സിന്ധൂരി, 5 വർഷമാണ് ഇതിന്റെ കാലാവധി എന്ന് ISRO പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ പിന്നിലാക്കി ഹാലോ ഓർബിറ്റിലേക്ക് കടന്നിരിക്കുന്നു. ഇനിയുള്ള കാലയളവിൽ എങ്ങനെ ഈ പേടകം ഇത് പ്രവർത്തിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അതായത് അസിത, 7 പേലോഡുകളാണ് ആദിത്യ L1 ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. സൂര്യന്റെ കൊറോണയെ പഠിക്കുവാനുള്ള വിസിബിൾ എമിഷൻ ലൈൻ, കൊറോണഗ്രാഫ് അഥവാ VLC, സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പ് അഥവാ സ്യൂട്ട്, സൂര്യനിൽ നിന്നുള്ള എക്സ്റേ തരംഗങ്ങളെ പഠിക്കാനുള്ള സോളാർ ലോ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ തുടങ്ങിയ ഇത്തരത്തിലുള്ള ഒരു 7 പേലോഡുകൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ആദിത്യ. ഈ ഓരോ പേലോഡുകൾക്കും കൃത്യമായ തരത്തിലുള്ള നിർദ്ദേശങ്ങളും ഇവിടുന്ന് ISROയിൽ നിന്ന് കൊടുക്കുവാൻ സാധിക്കും. അവയുടെ അടിസ്ഥാനത്തിൽ ഈ ഓരോന്നിനെയും അതിനായി ലക്ഷ്യം വെച്ചിട്ടുള്ള വിവരശേഖരണം നടത്തുവാൻ സാധിക്കുമെന്നാണ് നമുക്കിപ്പോൾ നിലവിൽ മനസ്സിലാക്കുവാൻ സാധിച്ചിരിക്കുന്നത്. ഇവ ഓരോന്നിനെയും കൃത്യമായും വേർതിരിച്ചുകൊണ്ടിട്ടുള്ളതാണ് ഈ പ്രധാനപ്പെട്ട, അതായത് സൗരവാദം, പ്ലാസ്മ പ്രവാഹം, സൂര്യനിലെ കാന്തിക മണ്ഡലം, ഈ സൗര പ്രതിഭാസങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദിത്യയുടെ ഏറ്റവും പ്രഥമമായ ലക്ഷ്യം. ഈ ഒരു ഇത്തരത്തിലുള്ള വിവരശേഖരണത്തിലൂടെ സൂര്യനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും സൂര്യനും ഭൂമിയും തമ്മിലുള്ള അതിനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും എന്നതിനെക്കുറിച്ചൊക്കെയുള്ള അറിവുകൾ നേടുവാൻ സാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇവിടെ മറ്റൊരു കാര്യം, സൂര്യനിൽ നിന്ന് വരുന്ന കണങ്ങളെ നിരീക്ഷിക്കാനുള്ള ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ്, അങ്ങനെ ഒരു ഭാഗവും കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്.
ഈ ദൗത്യത്തിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് എത്തുന്ന സൂര്യപ്രകാശത്തെ കൂടുതൽ മനസ്സിലാക്കുവാനും പഠിക്കുവാനും ആദിത്യ L1 സാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ അറിവുകളെല്ലാം തന്നെ ഭാവിയിൽ നമ്മുടെ ശാസ്ത്രലോകത്തിന് വളരെയധികം സഹായകരമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പുതിയ തരത്തിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ ശാസ്ത്ര പഠനങ്ങൾക്കും ISROയുടെ ആദിത്യ L1 ഒരു മാർഗദർശിയാകുമെന്ന കാര്യത്തിൽ നമുക്ക് അതിനെ ആ ഒരു രീതിയിൽ കൂടി ആദിത്യ L1 നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തുവാൻ മറ്റ് രാജ്യങ്ങളിലെ അല്ലെങ്കിൽ അവരുടെ ശാസ്ത്ര സാങ്കേതിക മേഖലകളെ സഹായിക്കുന്ന തരത്തിൽ അവർക്കൊരു മാർഗദർശിയാകുന്ന തരത്തിലുള്ള ഒരു സ്ഥാനത്തൂടെയാണ് ആദിത്യ L1 ISRO ഇപ്പോൾ എത്തിപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു കാര്യമായിട്ടോ അല്ലെങ്കിൽ ഇത് അടുത്തത് വരുമ്പോൾ ഇത് മറന്നുപോകും എന്നൊരു കാര്യത്തിലൊന്നും നമുക്ക് ആ ഒരു രീതിയിലൊന്നും ആദിത്യ L1 നമുക്ക് കാണുവാൻ സാധിക്കില്ല. ഒരു ചരിത്ര മുഹൂർത്തമാണ്, ചരിത്ര ദൗത്യമാണ്. ഇത് ഒരു നാഴികക്കല്ലായി എന്നും ഇവിടെ ഉണ്ടാകും. ഇപ്പം നമ്മൾ കടന്നുപോയ ആ ഒരു നിമിഷം, ആദിത്യ L1 ലാഗ്രാഞ്ച് പോയിന്റിലേക്ക് എത്തിയ ആ ഒരു നിമിഷം ചരിത്രത്തിന്റെ ഭാഗമായി നാഴികക്കല്ലായി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. അതാണ് ഈ ഒരു നിമിഷം ഭാരതീയ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ISROയുടെ ആ ഒരു നേട്ടത്തിലൂടെ നമുക്ക് എല്ലാവർക്കും അഭിമാനകരമായി മാറിയിരിക്കുന്ന ആ ഒരു നിമിഷത്തെ നമുക്ക് ആ രീതിയിൽ വേണം നോക്കിക്കാണുവാൻ. ഇന്ത്യയുടെ ആദ്യത്തെ സൂര്യദൗത്യമാണ് ആദിത്യ L1 ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. ദിവസങ്ങൾ നീണ്ട 125 ദിവസം നീണ്ട യാത്രയ്ക്കൊടുവിലാണ് പേടകം ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. ഏകദേശം 37 ലക്ഷം കിലോമീറ്റർ ദൂരമാണ് ഇതിനോടകം തന്നെ ആദിത്യ L1 എന്ന പേടകം സഞ്ചരിച്ചിരിക്കുന്നത്. ഇന്ത്യക്ക് ഇത് അഭിമാന നേട്ടമാണ്. സൂര്യനെ കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾക്ക് വെളിച്ചം വീശുന്ന പഠനമായി പേടകമായി ആദിത്യ L1 മാറുകയാണ്. ഹാലോ ഓർബിറ്റിലേക്ക് ഇതിപ്പോൾ പ്രവേശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ പേടകം പൂർണ്ണ ആരോഗ്യസ്ഥിതിയിൽ തുടരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെയും ISRO അറിയിച്ചിരുന്നതാണ്. ആദ്യഘട്ടം മുതൽ തന്നെ ഓരോ സമയവും ISRO ഏറ്റവും കൃത്യതയോടെ സൂക്ഷ്മതയോടെ ഇതിന്റെ ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്തിരുന്നു. 2023 സെപ്റ്റംബർ 2-നാണ് ഈ പേടകം വിക്ഷേപിച്ചത്. സെപ്റ്റംബർ 2-ന് വിക്ഷേപിച്ച പേടകം സെപ്റ്റംബർ 19-നാണ് ഭൂമിയെ ചുറ്റുന്ന ഭ്രമണപഥം വിട്ട് ലഗ്രാഞ്ച് പോയിന്റിലേക്കുള്ള യാത്ര തുടങ്ങിയത്. അവിടെ നിന്ന് 125 ദിവസത്തെ യാത്ര പൂർത്തിയാക്കി ലക്ഷ്യസ്ഥാനത്തേക്ക് ആദിത്യ L1 എത്തുമ്പോൾ സിന്ധൂരി പറഞ്ഞതുപോലെ രാജ്യത്തിന് ഇത് അഭിമാനകരമായ ചരിത്ര നിമിഷം തന്നെയാണ്.